എന്തുന്നാ ഈ പരിപാടി കഷ്ടപ്പെട്ട് ശരിയാകുമെന്നറിയില്ല. എന്നാലും മമ്മിയുടെ ഒരാഗ്രഹം. ഇന്ന് സൺഡേ ആണ്. അപ്പൊ നമുക്കേ കപ്പ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞണ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായി. പക്ഷെ അപ്പൊ മമ്മി കപ്പ വറക്ക എന്ന് നമുക്ക് മനസ്സിലായേ. എനിക്കെന്തോ കപ്പ വറക്കുന്ന മനസ്സിലായി അരിഞ്ഞത് കണ്ടപ്പോ. കിട്ടണില്ല. എന്നാലും അരിഞ്ഞരിഞ്ഞ് വരുമ്പോ ശരിയാ. അപ്പൊ നമുക്ക് കപ്പ വറക്കാം, കട്ടൻ ചായ ഉണ്ടാക്കാം. അപ്പൊ മമ്മി കപ്പ വറക്കാൻ ഇങ്ങനെ ഒന്ന് അരിഞ്ഞു നോക്കണതാണ്. റെഡി ആയാല് റെഡി ആവുമായിരിക്കും. കട്ടി ഇത്തിരി കൂടുതലാക്കണ്ട. റെഡി ആയിട്ട് കിട്ടണില്ല. കണ്ട അത് മിഷീനാണെങ്കിൽ കറക്റ്റ് അല്ല ഒരേ അളവിൽ കിട്ടുക. മിഷീനല്ല ആച്ചാണെങ്കിൽ നമ്മുടെ ഇതിൽ അതിലില്ല. അപ്പൊ മമ്മി ഇങ്ങനെ അരിഞ്ഞ് കപ്പ വറക്കട്ടെ. വറക്കുമ്പോ നമുക്ക് കാണാം. കട്ടൻ ചായയും വെക്കാം. അപ്പൊ ചേട്ടൻ എന്തെങ്കിലും കൂടി അപ്പുറത്ത് അവരുടെ വീഡിയോ ഒന്ന് നോക്കാമോ? ഇങ്ങോട്ട് നോക്കോ. ഞങ്ങളുടേതായ വീഡിയോ എടുക്കാൻ പോണേണ്. അതല്ല, അപ്പൊ ഞങ്ങള് നിങ്ങളെ കാണിച്ചു തന്നതാ. ഇൻസ്റ്റാഗ്രാമിലേക്ക് വീഡിയോ ഇടാൻ വേണ്ടിട്ട് എനിക്കിത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അവൻ പഠിപ്പിച്ചു തരാണ് അവരുടെ കാര്യങ്ങള്. അപ്പൊ അവരുടെ വർക്ക് നടക്കട്ടെ, ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് നമ്മുടെ റോളപ്പൻ തക്കും കൂടി ഉണ്ടായിരുന്നു. എവിടെ പോയാവോ? ഇവിടെ വന്നു കുറച്ചപാടും ബഹളമായിരുന്നു. അവൻ മീനിന് പോയതാണ്. ഉച്ചക്ക് ഞാൻ ബീഫ് അരിഞ്ഞപ്പോ 2-3 കഷ്ണം ഇട്ട് രണ്ടുപേരും കൂടി കൊടുത്തു. പിന്നെ ഇപ്പൊ ഇവനിപ്പോ 4 മണിയായിപ്പോ വന്നേക്കെ. 4 മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വിശക്കൂലേ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാം. അവനാണ് എപ്പോഴും വിശക്കും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇവിടെ ആണെങ്കിൽ അവരുടെ ഫുഡ് ഇവിടെ ഏത് നേരവും റെഡിയാ. ഇവിടെ മമ്മി എടുത്തു വെക്കും ഫുഡ്. ഓരോ നേരത്തെ ഓരോ മൂടാണ് അവന്. അപ്പൊ നമുക്ക് കപ്പ റെഡിയാക്കി വറക്ക. നെയ്ലാർട്ട് കണ്ട ഏത് ഈ ആഴ്ചത്തെ കൊള്ളാം. എനിക്ക് കിട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നെയ്ലാർട്ട് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മൂന്റെ ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. അപ്പൊ നമുക്ക് കപ്പ വറക്കുമ്പോ കാണാം. വറക്കുമ്പോ കാണിച്ചു തരാം. അതന്നെ റെഡിയാക്കില്ലേ. ചിലത് കരം കൂടെ ഉണ്ട് കണ്ട. എന്നാൽ അത് നമുക്ക് തിരിഞ്ഞു മാറ്റിക്കൊണ്ട് മറ്റേത് ആദ്യം കുറഞ്ഞത് ആദ്യം ഇടാം. ഒരേപോലെ ഇടാ, ഒരുമിച്ചിടാ, മറ്റേത് ഒരുമിച്ചിടാ. അല്ലെങ്കിൽ നമ്മുടെ ഒരാഗ്രഹം കട്ടൻ ചായയും മഴയത്താണ് കട്ടൻ ചായ. പക്ഷേ മഴയില്ല മക്കളെ. രാവിലെ മഴ എന്നല്ല, അത്യാവശ്യത്തിന് പോയിട്ടേ. രാവിലെ നല്ല മഴയായിരുന്നു. അപ്പൊ ഇപ്പൊ മഴ വെയിലാണ് നല്ല. അപ്പൊ ഒരാള് ഹസ്ബൻഡ് എനിക്ക് വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, മമ്മി നമുക്ക് ചെറുനാരങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വാ ലെമൺ ടീ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. പുതിന വേണ്ടേടാ. പുതിന ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിപ്പ ആർക്കും ഒരു വില ഉണ്ടായില്ല. ഇപ്പൊ പുതിന മഴ പെയ്തപ്പൊക്കെ കളഞ്ഞു. ഇനി പുതിയത് വെച്ച് ഉണ്ടാക്കണം. അതിന് ഒരു പ്രാവശ്യം മമ്മി മണ്ണൊക്കെ ഒരുക്കി കുതിരത്തണ്ട് കൊണ്ടൊന്ന് കുത്തിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ അടുത്തത് കടയിൽ പോകുമ്പോ മേടിക്കണം. എന്നിട്ട് വേണം വെക്കാൻ. നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായി. അതിന്റെ മണ്ണ് ഒരുക്കിയത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വെക്കണം. നൂലൻസിന്ന് ഇന്നത്തെ സൺഡേ, ഇന്നത്തെ ഈ മാസത്തെ പർച്ചേസ് കഴിഞ്ഞു. സാധനങ്ങൾ പോയി മേടിച്ചുകൊണ്ടെന്നൊക്കെ ഇരിക്കുകയും അത് ഇനി റെഡിയാക്കി ഒതുക്കി എടുത്ത് വെക്കണം. അപ്പൊ നമ്മളുടെ വിശേഷങ്ങള് ഇതൊക്കെയാണ്. നാളെ തുടങ്ങി പിള്ളേർക്ക് സ്കൂള് തുറക്കണേന് വെക്കേഷൻ പോലെ തന്നെ ആയിരുന്നു. അപ്പൊ ഇനി മക്കളെ ഇത് മമ്മി അരിഞ്ഞു കഴിഞ്ഞിട്ട് കപ്പ വറക്കണത് കഴിയാറായി. ഒരു വിധ വറക്കണത് കാണിച്ചു തരാം. ഓക്കേ. അപ്പൊ എന്തായി അപ്പൊ മമ്മി ഇതേ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കനം കുറവ് ഇങ്ങനെ എടുത്ത് കനം കൂടിയത് അവിടെ മാറ്റി വെച്ചു. ഇത് നമുക്ക് ഇട്ട് വെക്കാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇട്ടേക്കണത്. ഇടാം ഐശ്വര്യായിട്ടും കിട്ടോ. ഇത് സിമാക്കി വെക്കണം. അതൊന്ന് നന്നായിട്ട് ഇതായിട്ട് ഇങ്ങനെ ഒഴുകി നടന്ന് ഫ്രൈ ആവട്ടെ. തീയോ ശരിയാവും. വീഡിയോ എടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കട്ടൻ ചായയും വെച്ചുകൊണ്ട് നമുക്ക് കപ്പ വറുത്ത് കൊടുക്കാം. കപ്പ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്.
എരിവുള്ളതായാലും എരിവില്ലാത്തതായാലും ഇഷ്ടമാണ്. എരിവ് വേണ്ട, എന്നാലും എനിക്ക് എരിവില്ലാത്തതാണ് ഇഷ്ടം. നീ നോക്കി നോക്കാം, ആദ്യമായിട്ട് നമ്മ ചെയ്യുന്നതാണ്. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് അറിയണേ. അപ്പൊ നല്ല രസമല്ലേ, കാണാൻ നല്ല രസമുണ്ട്. ഇനി തിന്നുമ്പോ എങ്ങനെയായിരിക്കും. നമ്മളതിന് വേണ്ടിയിട്ട് വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഉപ്പും കലക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങോട്ട് തളിച്ച് മരിഞ്ഞ് കഴിയുമ്പോ അങ്ങോട്ട് എടുക്കാലോ. അപ്പൊ നല്ല കണ്ടിട്ട് കൊള്ളാം. ഇളക്കണ്ടാലേ അതെ, ഒടിഞ്ഞു പോവോ? ഇതൊക്കെ നല്ല ഭംഗി കൈ മമ്മിയുടെ കൈയാണ് പൊള്ളി ചീഞ്ഞിട്ട് മേല് കൊണ്ടതാണ്. കൈ കാണിച്ചു വന്നു. കുഴപ്പമുണ്ടാവില്ല അമ്മി, എനിക്ക് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷിക്കാം. ഊർക്കം പോലെ തോന്നണ്ട പോരുമ്പോ? ആയിട്ടില്ല. അപ്പൊ നമ്മ ഒരെണ്ണം കൂടി ഉണ്ടാക്കണ്ട്. എന്നിട്ട് അവനെ കൊക്കുവട. അത് സിമ്പിളാണ്. നമ്മൾ അന്ന് ഞായറാഴ്ച അച്ചു വാങ്ങിച്ചത്, കഴിഞ്ഞ ഞായറാഴ്ച. അപ്പൊ അങ്ങനത്തെ ഒരു ആഗ്രഹത്തിൽ നിൽക്കണ്ട്. അതും ചെയ്യാം. ഇത് കഴിയട്ടെ. അവര് വീഡിയോ എടുക്കണ ശബ്ദമാണ്. ഇപ്പൊ നല്ല വെയിലാണ്. രാവിലത്തെ മഴ കണ്ടപ്പോ വിചാരിച്ചു ഇന്നൊന്ന് മഴ തോരയില്ലാന്ന്. വൈകുന്നേരം ഇപ്പൊ 4 മണി 4:15 ആയിട്ടുണ്ട്. അപ്പൊ നല്ല വെയിലാണ്. നല്ല കാലാവസ്ഥയാ. കളറാവണുണ്ടാ? ചെറിയൊരു കളർ മാറിയ പോലെ കട്ടിയായി വരുന്നുണ്ട്. ഇത് ബ്രൗൺ ആകുമ്പോഴാണോ ഉപ്പിടാ? അപ്പൊ അതും വേപ്പിലയും കൂടി ഇടും. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണ പോലത്തെ കപ്പ വറുത്തത് വീട്ടിലുണ്ടാക്കാം. കപ്പ ചിപ്സ് ബിസി ബിസി. ഭയങ്കര ബിസി പണിയാണ്. എല്ലാവരും പല വിധത്തിൽ ബിസിയാണ്. കളറായി വരുന്നുണ്ട്. ഈ സൈഡിൽ ഒരെണ്ണം പൊക്കത്തിരിക്കുന്നു. ഉപ്പിടാന്നുണ്ടമ്മേ. തീരാശം കുറയ്ക്കാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്ത് നോക്കുമ്പോ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉപ്പിടാം. നല്ല ശബ്ദമായിരിക്കും. വേപ്പില ഇത്തിരി വേപ്പിലും കൂടി ഭംഗി ഒട്ടും കുറയ്ക്കണ്ട. അമ്പോ അമ്മി അടിപൊളി. ഇന്ന് ഞങ്ങള് ഒരു കലക്കും കൊള്ളം കൊള്ളാം. ഇത്ര ഉള്ളപ്പോ പണികള് അരിഞ്ഞെടുക്കണ പണി മാത്രം. നമ്മളിന്ന് കറിക്ക് വാങ്ങിച്ച കപ്പയാണ്. ബാക്കി മമ്മി അപ്പൊ നോക്കി എടുത്ത് വെച്ച് വലുതോക്കി. നമുക്കത് കോരാൻ തോന്നണ്ടല്ലേ. ഹായ്, നല്ല വേപ്പിലേന്റെ അതിനൊക്കെ മണമായിട്ട് വരുന്നുണ്ട്. ആയിട്ടുണ്ട്. അല്ലെങ്കിൽ കളർ മാറും. ഇപ്പൊ നല്ല കറക്റ്റ് കളറിലാണ് നിക്കണേ. സംഭവ കണ്ട എല്ലാം വിചാരിച്ച സിമ്പിളാണല്ലേ. ഹായ് അവരുടെ വീഡിയോ കഴിഞ്ഞ് നമുക്ക് ചായ റെഡിയാക്കി വയ്ക്കും. ഇനിയിപ്പോ നമുക്ക് ബാക്കിയും കൂടി വറുത്ത് ചായ കുടിക്കുമ്പോ കാണിച്ചു തരാം കേട്ടാ. എല്ലാം ഒരർത്ഥം തന്നെ. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഇടാനാണ് ഈ കുട്ടി. ഇതും കൂടി വറുത്ത് കോരി ചായ എടുക്കുമ്പോ എടുക്കാം. അപ്പൊ അവരുടെ വീഡിയോ കഴിഞ്ഞാൽ അവര് വരട്ടെ. ഓക്കെ. അപ്പൊ മക്കളെ, നമ്മ ഒരു ചെറിയ മാറ്റം വരുത്തി. പ്ലാനിൽ ചേഞ്ച് വരുത്തി. എന്താന്ന് വെച്ചാ മാറ്റം വരുത്താലോ. അവകാശം. വേറെ ഒന്നല്ല മക്കളെ, കൊക്കുവട ഉണ്ടാക്കാന്ന് കരുതി. അപ്പൊ അവരവിടെ വീഡിയോ എടുക്കണ കാരണം നമ്മൾക്കത് പറ്റാത്ത ഒരിത്. അപ്പൊ കപ്പ വറുത്ത് പഴംപൊരി ഉണ്ടാക്കാന്ന് കരുതി. പഴം ഇരിക്കുന്നത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് കറുത്ത്
ഇങ്ങനെ അതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചത് കപ്പ പുറത്ത് ഇതാനാ ഫസ്റ്റ് ഇത് നമ്മൾ കട്ടിയുള്ളത്, ഇത് കട്ടി കുറഞ്ഞത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് അത് ഇനിയിപ്പോ അവരും കൂടി നോക്കുമ്പോ പറയൂല. കറക്റ്റ് ഇതാ ഒരു പറയും. അപ്പൊ മമ്മി എന്ത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല കേട്ടാ. അത് കാര്യം. അപ്പൊ മമ്മി എന്ത് ചെയ്തെന്നറിയാമോ, നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ആ 4 പഴത്തിന് പഴംപൊരി അത് മതി. അതുണ്ടാക്കാം തിന്നണമെങ്കിൽ. ഇപ്പൊ മമ്മി അമ്മാണ്. അമ്മൂനാണെങ്കിൽ വയ്യാണ്ടിരിക്കുന്ന ആൾക്ക് അത് കാരണം അതൊരു പ്രശ്നം. വയ്യാന്ന് വയറുവേദന ആയിട്ടിരിക്കണേന്. അപ്പൊ ഏതായാലും അവിടെ നിന്ന് ഏൽപ്പിച്ചുകൊണ്ടെന്താണ്. അപ്പൊ ഇച്ചിരി അരിപ്പൊടി, മൈദ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി പഞ്ചസാര, അത്ര മതിയില്ല. ഇത്തിരി എള്ളിട്ടാലോ അമ്മി? പഴംപൊരി നല്ല ഭംഗിയുണ്ടാവും. എടുക്കാട്ടാ. അവര് വരുന്നുണ്ട് അമ്മി. അവര് വരുമ്പോഴത്തേക്കും നമുക്ക് ചായ റെഡിയാക്കണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. ചായ വെള്ളം തിളക്കുന്നുണ്ട്. നമുക്കത് വേഗം മഞ്ഞപ്പൊടി ഇട്ടുണ്ടല്ലേ. എള്ളെടുക്കട്ടെ? എള്ളു കൊടുക്കണം. ലേശം ഉപ്പ് മതി. എന്താണെന്നറിയാം മോനെ, ആ എണ്ണയിൽ അയ്യോ ഇവിടെ പൊട്ടിത്തെറിക്കുന്നു. അപ്പുറത്ത് എന്താ ചെയ്യണതാ. നിക്കട്ടെ, എള്ളെടുക്കട്ടെ. ഒരു ലേശം എള്ള് ഇടാന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടാക്കിയിട്ട് നമ്മള് മേടിച്ച മമ്മി എള്ള് ഈ കൊക്കോടെ അങ്ങനെ ചിപ്സ് ഉണ്ടാക്കുമ്പോ ഇടാന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇന്നിപ്പോ മുട്ട അതൊക്കെ മാറ്റി. ഇനി ഒരു വേറൊരു ദിവസം മുറുക്കും കൂടെയായി വന്നായിരിക്കും. എന്റെ കയ്യിൽ ആക്രിക്കാര് ഹരിതകർമ്മ. അയ്യോ സോറി, പ്ലാസ്റ്റിക് എടുക്കണം. പ്ലാസ്റ്റിക് എടുക്കുന്ന ആൾക്കാരാ പറഞ്ഞേ തെറ്റൂല. പ്ലാസ്റ്റിക് എടുക്കുന്ന ആൾക്കാരെ ചോദിച്ചത്. അപ്പൊ വേഗം ആക്രിക്കായിരുന്നു. അപ്പൊ മമ്മി ഉത്തരം പറഞ്ഞു. ഉത്തരം റെഡി ആയത് മമ്മിയുടെ ഉത്തരം. മൂടെ നോട്ടം ഞാൻ ജനലക്കൂടെ കണ്ടായിരുന്നു. ഹരിതകർമ്മ സേന. എള്ളത്തെ കയ്യിലിടാ, കുറച്ചിടാ. കഴുകണോ? അപ്പൊ നമുക്ക് കുറച്ച് എള്ളും പഞ്ചസാരയും കൂടി ഇടാം. എള്ളും അമ്മൂന്റെ ഇഷ്ടമാണ് എള്ളു. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? മഞ്ഞയും കറുപ്പും കൂടെ നല്ല ഭംഗിയുണ്ടാവും. നമുക്കിത് നമുക്ക് ഉണ്ടാക്കാം. അവരുടെ പണി കഴിഞ്ഞ് ചായ അവര് വരുന്നുണ്ട്. അപ്പൊ അതിക്ക് മുന്നേ പഴം തരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാലോ. ഉണ്ടാക്കാം. ഓക്കെ, പെർഫെക്റ്റ് കിട്ടുന്നു തോന്നണേ. ആവോട്ടറിയില്ല, എല്ലാരും അമ്മ അങ്ങനെ പറയും. അപ്പൊ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇതും റെഡിയാക്കി എടുക്കാം. തീ കൂട്ടിയിട്ടെ. അതെ, പഴം ഇരുന്ന ഇവര് തിന്നണില്ല മക്കളെ. അപ്പൊ എന്തിനാ വെറുതെ കളയുന്നേ? 1 2 എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതിന്റെ ഇടയിൽ മമ്മി ഒന്ന് അങ്ങോട്ട് പോണ്ടി വന്നു അവരെ ഒരു ഹെൽപ്പ് ചെയ്യാൻ. മതിയല്ലേ? നീളമുള്ള കാരണം. ഇനിയിപ്പോ അതും കൂടി കാണിച്ചിട്ട് ചായ കുടിക്കുമ്പോ കാണിക്കാലാ. ഇതും കൂടി. അപ്പൊ മക്കളെ നമുക്ക് ഇനി ചായ കുടിക്കുമ്പോ. അപ്പൊ മക്കളെ ഇനി ഇതൊന്നും പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഇതേ പുറത്ത് കട്ടൻ ചായ തിളച്ചെടുക്കാനുണ്ട്. അപ്പൊ ചായ കുടിക്കുമ്പോ കാണാം. സ്പെഷ്യൽ ഒക്കെയാണ്. നല്ല പഴംപൊരി കണ്ടാ മക്കളെ, എള്ളൊക്കെ ഇട്ട്. ഇത് ആദ്യമായിട്ടാണ് എള്ളിട്ട് പഴംപൊരി കണ്ടിട്ടുണ്ട് ഞാൻ. അവിടെ ഇവിടെ ഒക്കെ ഓരോ നോക്കിയേ. അത് മാത്രം നോക്കലെന്നാ. മമ്മി പഴംപൊരി നല്ല എള്ളൊക്കെ ഇട്ടതൊക്കെ സൂപ്പർ സാധനം ഉണ്ടാക്കി. ഇത് പഴമില്ല, അടുത്ത ലാസ്റ്റത്തെ ഞാനവിടെ പറഞ്ഞ നല്ല എള്ളൊക്കെ ഇട്ടത്. കറുത്തള്ളല്ലേ ഇത്? എന്നിട്ടായിട്ട് തോന്നുന്നേ കറുത്തള്ളിട്ട് മമ്മി പഴംപൊരി ഉണ്ടാക്കി. ടേസ്റ്റ് അടിപൊളി രസമായിട്ടാ. അപ്പുറത്തതോ അപ്പുറത്തത് എനിക്ക് പഴംപൊരിയാണ് ഇഷ്ടമായ. പഴംപൊരി കഴിയൂലേ? കടയിൽ കിട്ടുന്ന പോലെ കടയിൽ ടേസ്റ്റ്. സത്യം ഞാൻ കടയിൽ വെച്ചാൽ ഇതല്ല കൊള്ളിയോർത്ത് കണ്ടാ. അപ്പൊ എന്തിനും പരിപാടി അതായത് സാൻഡിതാ കോഴിത്തൂല അപ്പിയാണ് വന്നേ. കളിയാക്കല്ലേ അല്ലെ? കളിക്കല്ലേ? കൊള്ളൂർത്തിരി പഴംപൊരി കിട്ടില്ല. ഇതാണ് കൊള്ളൂർത്ത്. കൊള്ളൂർത്തിനെ പറ്റി പറയണ ഞാൻ പറയണം. 10 ൽ 10 കൊടുത്തേ പറ്റുവേനു. അതായത്
കറക്റ്റ് സാധനം കിട്ടി. നമ്മ കടയിൽ നിന്ന് എന്താ വാങ്ങിക്കുന്ന ആ സാധനം. ഞാൻ കടയിൽ നിന്നാണോന്ന് വരെ സംശയിച്ചു പോയി. കൈ കൊണ്ടായിരുന്നിട്ടാണ് കിട്ടിയൊരു സാധനം. ഞങ്ങളുടെ റോളക്സ് കൊടുക്കണത് കിട്ടുമെന്ന് നോക്കിയിരുന്നു. കുറുമ്പത്തിന് കൂടി 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 ഉണ്ട് കുറുമ്പ് ഇത്തിരി. അതെ പുത്രനായോണ്ടാണ്. ഇത് എല്ലാ വീട്ടിലും ലൈറ്റുകൾക്ക് ആണ് എല്ലാം. ഇത് ഭയങ്കര പാവങ്ങളായിരിക്കും അല്ലെ. പാവങ്ങൾ മീൻസ് നല്ല അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ആയിരിക്കും. കാരണം എല്ലാവരും പോയിട്ടാ മൂത്തവർക്കാണല്ലോ ആദ്യം അവനങ്ങനെ അല്ല, അതായത് മൂത്തവർക്ക് ഫുൾ കൺസിഡറേഷൻ കൊടുത്ത തഴഞ്ഞിടും. എന്നിട്ട് പറയും എല്ലാവരോടാണ് സ്നേഹം എന്ന്. അത് വെറുതെ പറയുന്നത്. ഞാൻ എനിക്ക് മമ്മി മുലപ്പാലും തന്നിട്ടില്ല. പറഞ്ഞ വീഡിയോയില് അപ്പൊ ഗൈസ് അപ്പൊ സുഹൃത്ത് അപ്പൊ കൂട്ടുകാരെ സംഭവം അടിപൊളിയായിട്ട്. എനിക്ക് പഴംപൊരി വലിയ ഇഷ്ടപ്പെട്ടില്ല. ഓപ്പണായിട്ട് പറയാം. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് പഴംപൊരിയാണ് ഇഷ്ടമായി കഴിച്ചത്. ഞാൻ രണ്ടാമത്തെ സാധനം അടിക്കാൻ പോണ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. നീ പഠിച്ചാൽ മുളച്ചു വന്നു. അപ്പൊ മക്കളെ, ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ് പഴംപൊരിയും കപ്പ വറുത്തതും കട്ടൻ ചായയും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ഓക്കേ.